ശക്തിയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ, ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. നാഥേ, നീ സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കുന്നല്ലോ, ആയിരിക്കുന്നല്ലോ. മ്യൂസിക്കിനോടൊപ്പം പാടാം. നമ്മളിത് പാടുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയെ കാണേണ്ടത് എങ്ങനെയാണെന്നറിയാം. അതായത് പിശാചിന് ഏറ്റവും അധികം ഭയമുള്ള മനുഷ്യ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് ആരാണ്? പരിശുദ്ധ തന്നെയാണ് പറയുന്നത്. ഏറ്റവും അധികം ശത്രുതയുള്ളതും പരിശുദ്ധ അമ്മയോടാണ്. നമുക്ക് വെളിപാട് 12 വായിച്ചാൽ മനസ്സിലാവും. യഥാർത്ഥത്തില് സത്യത്തില് നമ്മൾ മറിയത്തിന്റെ സഹായം തേടാത്തത് കൊണ്ടാണ് നമ്മൾ പിശാചിന് അടിപെട്ടു പോകുന്നത്. മറിയത്തിന്റെ സഹായം തേടി പ്രാർത്ഥിച്ചാൽ ഏത് ആസക്തിയും ഏത് വൈശാചിക ശക്തികളും ഓടിപ്പോയി. ഹല്ലേലൂയ. അമ്മയോട് നമ്മൾ പറഞ്ഞ് അമ്മയെന്ന് വിളിച്ച നിങ്ങൾ ഒരു പ്രകൃതിയുടെ ഒരു കോഴിക്കുഞ്ഞ് ഒരു കാക്കയോ പരുന്തോ കഴുകുന്നോ വന്നാല് ഈ കോഴിക്കുഞ്ഞ് ഒരു കാറിൽ കറിയാൻ മതിയോ? കാറില്ലെങ്കിലോ അതന്നെ പോകും. അപ്പൊ ഈ ഏതൊരു കുഞ്ഞും തന്റെ അമ്മയെ വിളിച്ച് കരഞ്ഞാൽ ആ അമ്മ രക്ഷിക്കാൻ അവള് പാഞ്ഞെത്തിയിരിക്കും. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഈ നമ്മുടെ എന്താ പറയണേ നിസ്സംഗമായ അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ല. അതിനെന്താ ഇപ്പൊ ഞാൻ ആസക്തികളിൽ പെട്ട് കിടക്കണം. ചിലപ്പോ മൊബൈലില് മോശമായ സിനിമകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് കുഴപ്പമില്ലെങ്കിലോ അങ്ങനെ ആസക്തി വരുമ്പോ അതിനെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു നോക്കിയ നിങ്ങൾ ജപമാല എടുത്ത് ജപമാല ചൊല്ലി തുടങ്ങി ഒരു രഹസ്യം ചൊല്ലി പ്രാർത്ഥിച്ചേ. അമ്മ മാതാവേ, എന്നെ സഹായിക്കണമേ, ഈ തിന്മയിൽ നിന്ന് എന്നെ കാത്തു രക്ഷിക്കണമേ, ഈ പൈശാചിക ശക്തിയുടെ ആസക്തിയിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. മുട്ടയിലടഞ്ഞ് മദ്യപിച്ച് നടന്നവര് മുട്ടയിലടഞ്ഞ് പ്രാർത്ഥിക്കണേ കണ്ടിട്ടുണ്ട്. പ്രേമക്കുരുക്കുകളിൽ ബന്ധങ്ങളിൽ പെട്ടുപോയിട്ട് വിവാഹം ചെയ്തിട്ട് കെട്ടുകളിൽ വീണ് പിണഞ്ഞു കിടന്ന പല ബന്ധങ്ങളും പല കുടുംബങ്ങളും രക്ഷപ്പെടുന്ന കണ്ടിട്ടുണ്ട്. അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് മാത്രം. എത്ര കൗൺസിലിങ്ങിനുണ്ട്, എവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഒരു രക്ഷയില്ല. ഇന്ന് ഒരു അമ്മ എന്നോട് വേദനയോട് പറയാ, കുഞ്ഞിനെ പഠിപ്പിക്കുക, ഒറ്റ മോള എന്നോട് പറയാ. ഞാൻ കേട്ടിട്ട് ഞെട്ടിത്തെരിച്ചു പോയി. അവളുടെ ജീവിതം അവള് പിശാചിന് കൊടുത്തേക്കാണ്, വിട്ടേക്കാണ്, പിശാചിന് കൊടുത്തേക്കാണ്. എനിക്കിങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി. പരിശുദ്ധ അമ്മക്ക് മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂ. പരിശുദ്ധ അമ്മ സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് ചില അപ്പന്മാരും അമ്മമാരൊക്കെ ഒന്ന് പറയും, മോൻ പഠിക്കുന്നില്ല, മോൻ വഴിയിട്ട് പോയി. ഞാൻ ചെയ്യണത് ഞാൻ അവരെ അമ്മയുടെ കയ്യിൽ കൊടുക്കും. പിന്നീട് ഈ അപ്പനെ വിളിച്ച് ചോദിക്കും, മോനെ എങ്ങനെയുണ്ട്? അയ്യോ, അവനിപ്പോ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അവൻ രക്ഷപ്പെട്ടു. ഉപദേശമൊന്നും വേണ്ട, രക്ഷപ്പെട്ടു. ഇല്ലേ? അനുഭവം എന്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവങ്ങളാണ്. ഇവിടെയുണ്ട് മാതാപിതാക്കന്മാർ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? എങ്ങനെയുണ്ട്? ഒരു ഗുണ്ടല്ല ഗുണ്ടി. അപ്പൊ നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കും, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കുന്നല്ലോ, ആയിരിക്കുന്നല്ലോ. നാഥേ, നീ സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കുന്നല്ലോ, ആയിരിക്കുന്നല്ലോ.
ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ ശക്തരാക്കേണമേ. ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ ശക്തരാക്കേണമേ. നിൻ ശക്തിയും നിൻ കഴിവും ഞങ്ങൾക്കായി പ്രയോഗിച്ചിടണമേ. നിൻ ശക്തിയും നിൻ കഴിവും ഞങ്ങൾക്കായി പ്രയോഗിച്ചിടണമേ. ആയിരം ആയിരം ശത്രുഗണങ്ങളെ തകർത്തു തരിപ്പണമാക്കിയനാഥേ, സത്യത്തിന്റെ തലയെ തകർത്തയമേ. ശത്രുവിന്റെ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. ശത്രുബാധയിൽ നിന്നും ദുഷ്ടാരൂപിയിൽ നിന്നും പൈശാചിക ശക്തിയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. ശത്രുബാധയിൽ നിന്നും ദുഷ്ടാരൂപിയിൽ നിന്നും പൈശാചിക ശക്തിയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. ഞങ്ങളെ നീ സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കുന്നല്ലോ. ആയിരിക്കുന്നല്ലോ. ആദേ നീ സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കുന്നല്ലോ. ആയിരിക്കുന്നല്ലോ. ആദേ നീ സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കുന്നല്ലോ. ആയിരിക്കുന്നല്ലോ. നാഥേ നീ സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കുന്നല്ലോ. ആയിരിക്കുന്നല്ലോ. ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ ശക്തരാക്കേണമേ. ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ ശക്തരാക്കേണമേ. നിൻ ശക്തിയും നിൻ കഴിവും ഞങ്ങൾക്കായി പ്രയോഗിച്ചിടണമേ. നിൻ ശക്തിയും നിൻ കഴിവും ഞങ്ങൾക്കായി പ്രയോഗിച്ചിടണമേ. ആയിരം ആയിരം ശത്രുഗണങ്ങളെ തകർത്തു തരിപ്പണമാക്കിയനാഥേ, സത്യത്തിന്റെ തലയെ തകർത്തയമേ. ശത്രുവിന്റെ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. ശത്രുബാധയിൽ നിന്നും ദുഷ്ടാരൂപിയിൽ നിന്നും പൈശാചിക ശക്തിയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. നാഥേ നീ സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കുന്നല്ലോ. ആയിരിക്കുന്നല്ലോ. വിശ്വാസത്തോടെ പറഞ്ഞേ, നാഥേ നീ സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാവതിയും ആയിരിക്കുന്നല്ലോ. ആയിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ശാന്തമായിട്ടിരിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ,
സഹനം എന്ന ഒരു ദൈവികമായ ആയുധം നമ്മൾ ധരിക്കാത്തതും സ്വീകരിക്കാത്തതുമാണ് ജീവിതത്തിലെ പല തോൽവികളുടെയും കാരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മിശിഹ പിശാചിനെ തോൽപ്പിച്ചത്, പിശാചിനെ തകർത്തത് സഹനം എന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ട്. ഈ സഹനം എന്ന് പറയുന്ന അഭിഷേകത്തിലേക്ക് വളരാൻ വേണ്ടുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ഫലത്തെ കുറിച്ചാണ് പറയുന്നത്. സഹനം എന്നത് ദൈവത്തിന്റെ ആയുധമാണ്. നമ്മളതിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. The weapon of God. അത് സഹനമാണ്. വിശുദ്ധരൊക്കെയും അവരുടെ ജീവിതത്തില് പിശാചിനെ തോൽപ്പിച്ചത് സഹനം വഴിയാണ്. ഈശോ മിശിഹ പിശാചിനെ തോൽപ്പിച്ചത് കുരിശിലെ തന്റെ മരണം വഴിയാണ്. കുരിശിൽ ഈശോ സഹിച്ചില്ലായിരുന്നെങ്കിൽ, കുരിശിലെ സഹനം ഈശോ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ മനുഷ്യന് രക്ഷയുണ്ടാവുമായിരുന്നില്ല. ആ സഹനം നമ്മൾക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ പലപ്പോഴും സഹനത്തെ കുറിച്ച് പറയും, സഹിച്ചോണം സഹിച്ചോണം എന്ന് പറയും. സഹിക്കാൻ വേണ്ടുന്ന കൃപ അത് പരിശുദ്ധാത്മാവ് തരുന്നത്. അത് എങ്ങനെ തരും എന്നുള്ളതാണ്. കാരണം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിലോ ദാനങ്ങളിലോ വരങ്ങളിലോ സഹനത്തെ കാണുന്നില്ല. എവിടെയെങ്കിലും ഉണ്ടോ? പരിശുദ്ധാത്മാവിന്റെ 12 ഫലങ്ങൾ എടുത്തോ സഹനമുണ്ടോ? സഹനമുണ്ടോ? ഇല്ല. വരങ്ങൾ എടുത്തോ സഹനമുണ്ടോ? ഇല്ല. ദാനങ്ങൾ എടുത്തോ അതിൽ സഹനമുണ്ടോ? ഇല്ല. സഹനം എന്താണ് യഥാർത്ഥത്തിൽ? പരിശുദ്ധാത്മാവിന്റെ 3 മേഖലകളാണ്. 1 പരിശുദ്ധാത്മാവിന്റെ ഫലം, 2 വരം, 3 ദാനം. പരിശുദ്ധാത്മാവ് ഫലങ്ങൾ നൽകുന്നവനാണ്, പരിശുദ്ധാത്മാവ് ദാനങ്ങൾ നൽകുന്നവനാണ്, പരിശുദ്ധാത്മാവ് വരങ്ങൾ തരുന്നവനാണ്. ഇനി ഇത് മനസ്സിലാക്കണം കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഈ ഫലം, ദാനം, വരം. ഇത് മൂന്നാണ്. ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ട്, പരിശുദ്ധാത്മാവിനെ നമ്മൾ ആഗിരണം ചെയ്തിട്ട്, പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന കാര്യങ്ങളാണ് ഫലങ്ങളാണ്. ഓക്കെ, അത് മനസ്സിലായില്ലേ? പക്ഷെ ദാനങ്ങൾ എന്താ ഈ ദാനങ്ങൾ? പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങൾ എന്തൊക്കെയാണ്? 7 ദാനങ്ങളോ? ദൈവഭക്തി, ദൈവഭയം, അതിന് 7 ദാനങ്ങളുണ്ട് കേട്ടോ, പഠിക്കണേ. ഈ 7 ദാനങ്ങളെ കണ്ടുപിടിച്ചേ. നിങ്ങള് കാറ്റഗിസം ബുക്കൊന്നും ഇല്ലേ? അതൊക്കെ എടുത്ത് വെച്ചിട്ട് തുറന്നു നോക്കിയാൽ ബുദ്ധി, ആലോചന, അറിവ്, ആത്മശക്തി, ഭക്തി, ദൈവഭയം. എന്തൊക്കെയാണ്? ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്, ആത്മശക്തി, ഭക്തി, ദൈവഭയം. 7 കാര്യങ്ങൾ. ദൈവഭക്തി, ദൈവഭയം, ആത്മശക്തി, അറിവ്, ആലോചന, ബുദ്ധി, ജ്ഞാനം. ഇനി ഈ ദാനം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദാനം എന്ന് പറയുന്നത് എന്താ? മലയാളത്തിൽ ദാനം എന്താ? ദാനം നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നു. നിങ്ങൾ ഇനി മനസ്സിലാക്കണം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എങ്ങനെയാണ് കേട്ടോ. ഇത് ഒരാൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് കാറ്റാട്ടി കയറി. ഇങ്ങനെ നമ്മൾ ഈ സൈക്കിൾ പമ്പ് വെച്ചടിക്കണ പോലെ കയറും, ഇങ്ങനെ കാറ്റ് കയറും, എന്നിട്ട് ഇങ്ങനെ വീർത്തു വരും. അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഫലങ്ങളായിട്ട് പുറത്തേക്ക് വരും, ഇല്ലേ? എന്നാൽ ഈ 7 ദാനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. 7 ദാനങ്ങൾ നിങ്ങൾ, എനിക്കിപ്പോ സമയമില്ലാന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് സമയമുണ്ട്. ഞാനാ പറഞ്ഞു, ഞാൻ ഇന്നത് പറയുന്നെങ്കിൽ പഠിക്കണം. പഴയ നിയമ പ്രഭാഷകന്റെ പുസ്തകമൊക്കെ എടുത്ത് പഠിക്കണം. ദൈവഭക്തി
ദൈവഭയം, ജ്ഞാനം, ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുമെന്നും ഇതിൻ്റെയൊക്കെ ഫലങ്ങൾ എന്താണെന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം മുഴുവനും വായിക്കണം, സുഭാഷിതങ്ങൾ മുഴുവനും വായിക്കണം, ജ്ഞാനത്തിന്റെ പുസ്തകം മുഴുവൻ വായിക്കണം. ഈ 3 പുസ്തകങ്ങൾ എടുത്ത് വായിക്കണം. അവിടെ ദൈവഭക്തി, അറിവിനെ കുറിച്ച്, അറിവ്, ആലോചനയെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചനയിൽ സഹായിക്കും, ദാനമായിട്ട് തരുന്നത്. 7 ദാനങ്ങൾ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. 7 ദാനങ്ങൾ പരിശുദ്ധാത്മാവ് തരും. എന്നിട്ട് ഈ ദാനങ്ങൾ സ്വീകരിച്ചിട്ട്, ഈ ദാനങ്ങൾ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ഫലം പുറപ്പെടുവിക്കുക. അതായത് നമ്മളൊരു മരമായിട്ട് കാണുക. ഞാനൊരു മരമാണ്, ആണോ? അതുകൊണ്ട് നമ്മൾ പറയാറില്ല മര മണ്ടൻ, മനസ്സിലായില്ലേ? ഞാനൊരു മരമാണ്, പറഞ്ഞു കേട്ടില്ലേ? മര മണ്ടൻ എന്ന് പറയില്ലേ? എന്താ ഈ മരമണ്ടൻ? ആ മരമായതുകൊണ്ട്. അപ്പൊ ഈ മരത്തിന് ദൈവം കൊടുക്കുന്ന അഭിഷേകമാണ്, ദാനമാണ് പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങൾ. ഈ ദാനത്തെ വളമായിട്ട് കാണുക, വെളിച്ചമായിട്ട് കാണുക, വെള്ളമായിട്ട് കാണുക. അതായത് ദൈവഭക്തി, പ്രാർത്ഥനയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവഭയത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവത്തോട് ആലോചന ചോദിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, ദൈവിക ജ്ഞാനത്താൽ നിറയുന്ന ഒരു മനുഷ്യൻ, അറിവുള്ള മനുഷ്യൻ. അറിവെന്ന് പറഞ്ഞാൽ ദൈവികമായ അറിവുകൾ, വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ തിരിച്ചറിയുക, വരും വരായികളെ കുറിച്ചുള്ള അറിവ്. മനസ്സിലായി? സ്കൂളിൽ കോളേജിൽ വേണ്ടിയിട്ട് അറിവല്ല കേട്ടോ, ബുദ്ധി. കുബുദ്ധിയല്ല, കുരുട്ടുബുദ്ധിയല്ല, നല്ല ബുദ്ധി. അതായത് ദൈവം കൊടുക്കുന്ന ബുദ്ധി, ഉപായം ദൈവം പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ചെയ്യാൻ പറയും. ചില അടവ് തടവൊക്കെ പഠിക്കാൻ വേണ്ടി ദൈവം കൊടുക്കുന്ന പണിയാണ്. ഇന്ന് എനിക്കുണ്ട്, ഒരു ബുദ്ധിയുണ്ട്. ചില കാര്യങ്ങൾക്ക് ദൈവം ബുദ്ധി നൽകുക, ബുദ്ധി ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനിൽ ഈ പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങൾ വളങ്ങളായി സ്വീകരിക്കുന്നവനിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഫലങ്ങൾ. ഇത് പഠിക്കണം. 12 ഫലങ്ങൾ പുറത്തേക്ക് വരും. അത് മറ്റുള്ളവർ ആസ്വദിക്കാനുള്ളതാണ്. 7 ദാനങ്ങൾ അത് എൻ്റെ ആത്മീയ വളർച്ചക്ക് പോഷിപ്പിക്കുന്നതാണ്. നിങ്ങൾ ഈ പരിശുദ്ധാത്മാവിന്റെ ക്ലാസ് നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് ഇതിങ്ങനെ പറഞ്ഞു തരത്തില്ല. ഇത്രയും കാലം നമ്മളൊക്കെ പഠിച്ചു വെച്ചത്, ഞാനും ഒക്കെ പഠിച്ചു വെച്ചത് എങ്ങനെ? ശാലാമാലാമാല പരിശുദ്ധാത്മാവ്. ധ്യാനം കൂടി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വന്നിട്ട് മറ്റേ എനിക്ക് ഇപ്പൊ ഈ കരിസ്മാറ്റിക് പരിശുദ്ധാത്മാവ് വരുന്നത് മറ്റേ സിനിമയിൽ ജഗതി കാണിക്കത്തില്ലേ, കുളിര് പോലെന്നൊന്നും പറഞ്ഞിട്ട്, അതുപോലെയാ എനിക്ക് ഫീൽ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് അങ്ങനെ നമ്മളെ കുളിര് പോലിപ്പിക്കുന്ന ആത്മാവൊന്നുമല്ല. അങ്ങനെയൊക്കെ ചിലർ പറയും, എന്റെ ബ്രദറെ ഇങ്ങനെ അങ്ങനെ വന്ന് അങ്ങനെ പോയി, അത്രേ ഉള്ളൂ. അങ്ങനെ വന്ന് അങ്ങനെ പോകാനുള്ളതല്ല പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. പരിശുദ്ധാത്മാവ് ഞാനാകുന്ന മരത്തെ പോഷിപ്പിക്കും. എന്നിലേക്ക് വളവും വെള്ളവും വെളിച്ചവും തരും. വളവും വെള്ളവും വെളിച്ചവും തന്ന് എന്നെ അരൂപി പോഷിപ്പിക്കും. എന്നിട്ട് ഞാനാകുന്ന വൃക്ഷത്തിൽ 12 ഫലങ്ങൾ കായ്ക്കും. അതേതൊക്കെയാണ്? നോക്കി പറഞ്ഞു. സ്നേഹം, ദയ, നന്മ, ക്ഷമ, അങ്ങനെ 12 ഫലങ്ങളാണ്. അപ്പൊ ആര് വന്നാലും ഞാനാകുന്ന വൃക്ഷത്തിൽ എത്ര ഫലമാണ്? 12 ഫലം. ജീവന്റെ വൃക്ഷത്തിലാണ് പിന്നെ സ്വർഗത്തില് ഈ ഫലം ഉള്ളത്. എവിടെയാ? ജീവന്റെ വൃക്ഷത്തിലാണ് 12 ഫലങ്ങൾ കായ്ക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഭൂമിയിലെ ജീവന്റെ വൃക്ഷമാണ് ദൈവം എന്നെ ആക്കുക. ഞാനാകുന്ന ജീവന്റെ വൃക്ഷമായി മാറും 12 ഫലങ്ങൾ പരിശുദ്ധാത്മാവിന്റെ. ജീവൻ നൽകുന്നവനായി ഞാൻ മാറണമെന്ന് സാരം പറഞ്ഞ, ചുരുക്കം പറഞ്ഞ, ഞാൻ പോകുന്നിടത്തും ഞാനുമായിട്ട് ഇടപഴകുന്ന വ്യക്തികൾക്കും കുടുംബങ്ങളിലും എല്ലാം ജീവൻ ഉണ്ടാകണം. ഇത് ജീവനല്ല, ഇത് ഉള്ള ജീവൻ നൽകിയെടുത്തിട്ടാണ്. എന്റെ അടുത്തേക്ക് വരുന്ന വ്യക്തി ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കരുത്. കുറെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് വന്നറിഞ്ഞു, ഞാൻ അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു, അവരെയൊക്കെ ഞാൻ സ്നേഹിക്കുന്നു, എനിക്കൊരു പരാതിയില്ല. പക്ഷേ ഈ അഭിഷേകവും വിറയലും ശാലാമാലയൊക്കെ പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ
തൈരും പുളിശ്ശേരിയും ഒക്കെ പറയും. പുറത്തോട്ട് കൊടുക്കണത് എന്താ? ഫലങ്ങൾ എന്താ? 12 ഫലം. അത് നിനക്കുള്ളതല്ല, അത് പുറത്തോട്ട് നീ കൊടുക്കാനുള്ളതാ. എന്തൊക്കെയാ അത്? ആനന്ദം, ആനന്ദം, സമാധാനം, സമാധാനം, ക്ഷമ, സമാധാനം. അത് അവിടെ ഈ ക്ഷമ വേണം. ഉപവി. എന്താണ് ഉപവി? എന്താ സഹോദരി ഉപവി എന്ന് പറഞ്ഞാൽ? ഉപവി എന്ന് പറഞ്ഞാൽ എന്താർക്കെങ്കിലും പറയാമോ? രക്ഷയില്ല. ഉപവി ആനന്ദം, ആനന്ദം, സമാധാനം, സമാധാനം, ക്ഷമ, ക്ഷമ, സഹനശക്തി. കുറെ കേട്ടിട്ടുണ്ട്. എന്ത് ശക്തി? സഹനശക്തി. ഇതൊന്നും വരുന്നുണ്ടോ? അടുത്ത നന്മ, നന്മ, കനിവ്, കനിവ്. ഒയ്യോ, ഒഴുകിയിട്ട് നടക്കാൻ വയ്യ. കനിവിങ്ങനെ. അടുത്തത് സൗമ്യത. അയ്യോ, പിന്നെ ചേട്ടാ രാത്രി 12 മണി കഴിഞ്ഞാൽ പിന്നെ എന്തൊരു സൗന്ദര്യമല്ലേ. അത്ര നേരം വരെ അത് കഴിഞ്ഞിട്ടുള്ള സമയം നിങ്ങൾ ആലോചിച്ചാൽ മതി. പിന്നെ വിശ്വാസം. വിശ്വാസം. എന്തൊരു വിശ്വാസമാണ്. അടക്കം. അടക്കം. അടക്കം പറച്ചിലുണ്ട്. അടക്കം പറയും. ആ അടക്കമാണല്ലേ. പിന്നെ ആത്മസംയമനം. ആത്മസംയമനം. അതെന്നാണ്? അത് ഞങ്ങൾ ട്രെയിനിൽ വെച്ച് മറന്നു വയ്ക്കത്തില്ല. ലഗേജ് കൊണ്ടുവരുന്ന കൂട്ടത്തിൽ അവിടെ വെച്ച് മറന്നു. കന്യാവ്രതം. കന്യാവ്രതം. ഈ 12 ഫലങ്ങള്. കന്യാവ്രതം നല്ലത് വിശുദ്ധി എന്നാണ് കേട്ടോ. വിശുദ്ധി, വിശുദ്ധി. ഈ 12 ഫലങ്ങൾ നമുക്ക് എവിടെ കിട്ടും? എവിടെയാണ് നമുക്ക് 12 ഫലങ്ങളുള്ളത്? ഇതിൽ ഏതെങ്കിലും ഒന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ തരുന്നുണ്ടോ? ദർശനവരമുണ്ട്. ഈ വരത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, പറയാം. വരങ്ങളുണ്ട്, പക്ഷെ വിവരമില്ല. വേണ്ടത് വിവരമാണ്, വിവരമില്ല. അല്ലാത്ത വരങ്ങളെല്ലാം ഉണ്ട്. ദർശനമുണ്ട്, ഭാഷാവരമുണ്ട്, പ്രവചനവരമുണ്ട്, അല്ലേ? ഇനി എന്തൊക്കെ വരങ്ങൾ, പുതിയ പുതിയ വരങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം പ്രിയപ്പെട്ടവരെ, വരങ്ങൾ സ്ഥായിയായിട്ടുള്ളതാണ്. വരങ്ങൾ അത് അപ്പോസ്തലികമായ അനുഗ്രഹം ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ വരം. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നത്. 2 തരത്തിലെ വരങ്ങളുണ്ട്, പക്ഷെ അതിലൊന്ന് അപ്പോസ്തലിക വരമാണ്. അതായത് മാർപ്പാപ്പക്ക് നൽകപ്പെട്ടിരിക്കുന്ന വരമാണ്. അത് അപ്പോസ്തലികമായി സ്ഥായിയായിട്ട് ലഭിച്ച വരമാണ്, കൈവപ്പിന്റെ വരമാണ്. മനസ്സിലാകുന്നുണ്ടോ? അത് പത്രോസ്ലീഹായിൽ നിന്ന് കൈവപ്പിലൂടെ അപ്പോസ്തലന്മാരുടെ വൈദികർക്ക് കിട്ടിയിരിക്കുന്നത് വരമാണ്. അത് ശുശ്രൂഷ വരമാണ്, പൗരോഹിത്യ വരമാണ്. അത് കൈവപ്പ് വഴി കൊടുത്തതാണ്. അത് അവർക്ക് നിത്യമായിട്ടുണ്ടാവും. അവരിനി എങ്ങനെയായാലും എന്നാ വഴിതെറ്റി പോയെന്ന് പറഞ്ഞാലും അവർക്ക് ലഭിച്ചതാണ്, അത് കൊടുത്തത്. അവരേത് കുർബാന അർപ്പിച്ചാലും, ഏത് പാലയൊക്കെ അർപ്പിച്ചാലും, എവിടെ പോയിട്ട് അർപ്പിച്ചാലും കുർബാന തന്നെയാണ്. ഉദാശകൾ തന്നെയാണ്. അവർ പാപം മോചിച്ചതാണ്. അത് വരമാണ് കേട്ടോ. ഇത് പഠിച്ചോ. അതൊരു വരം. ഇനി രണ്ടാമത്തെ വരം നമ്മൾ ഈ കരിസ്മാറ്റിക്കുകാരുടെ ഇടയിലും അല്ലാതെ ഉള്ള വരങ്ങൾ. പക്ഷേ ഈ വരം എല്ലാവരിലും ഉണ്ടാകും. നിങ്ങൾ തിരിച്ചറിയണം. ഞാനും നിങ്ങളും തിരിച്ചറിയണം. ഈ കൂട്ടായ്മയിൽ വരുന്നത് കരിസ്മാറ്റിക് ഗ്രൂപ്പുകളിലാണ് ഈ വരങ്ങൾ വെളിപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് സത്യം. അവിടെയാണ് ദർശനവും ഭാഷാവരവും പ്രവചനവും സ്വപ്ന വ്യാഖ്യാന വരങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അത് കാണുന്നത്, പ്രകടമായിട്ട് കാണുന്നത് ഗ്രൂപ്പിൽ. എന്നാൽ ഇതൊന്നുമില്ലാതെ ഈ കരിസ്മാറ്റിക്കുകൾ അല്ലാതിരുന്നവരിലും ഈ വരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിശുദ്ധ പാദ്രപ്പിയോ കരിസ്മാറ്റിക്കാരനൊന്നായിരുന്നില്ല. വിശുദ്ധ അന്തോനീസ് കരിസ്മാറ്റിക്കാരനായിരുന്നില്ല. ആയിരുന്നു. ഇവരിലെല്ലാം അത്ഭുത പ്രവർത്തന വരെ ഉണ്ടായിരുന്നു, പ്രവചന വരെ ഉണ്ടായിരുന്നു, ദർശന വരെ ഉണ്ടായിരുന്നു. ഒരേ സമയം 2 സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടാനുള്ള വരം വരെ വിശുദ്ധ പാദ്രപ്പിയോ ഉണ്ടായിരുന്നു. അപ്പോ ഈ വരങ്ങൾ എന്ന് പറയുന്നത് കരിസ്മാറ്റിക്കാരുടെ കുത്തകയൊന്നുമല്ല.
പരിശുദ്ധാത്മാവിന്റെയാണ്. അത് കൂടുതലായി കാണപ്പെടുന്നത് ഇങ്ങനെ കൂട്ടം കൂടി ഈ ഗ്രൂപ്പുകൾ ഒരുമിച്ച് വരുന്നതുകൊണ്ട് മാത്രമാണ്. എന്നെ ഒരാൾ കരിസ്മാറ്റിക്കാരനാണെന്ന് പറഞ്ഞ് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. കാരണം അതിന്റെ കാരണം വേറൊന്നുമല്ല, ഞാനൊരു കരിസ്മാറ്റിക് ധ്യാനത്തിലൂടെ അല്ല ഞാൻ ഈശോയെ അറിഞ്ഞത്. ഞാൻ ഈശോയെ അറിഞ്ഞത് മറ്റൊരു ദൈവാനുഭവത്തിലൂടെയാണ്, ഒരു ദൈവാനുഭവം ഉണ്ടായതിലൂടെയാണ്. പക്ഷെ അതിനർത്ഥം കരിസ്മാറ്റിക്കാർ മോശമാണെന്നൊന്നുമല്ല കേട്ടോ. പക്ഷേ ഈ കരിസ്മാറ്റിക് ശുശ്രൂഷകൾ അധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ ദുർവ്യയം ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലർക്കും കരിസ്മാറ്റിക്കുകാരോട് ഇഷ്ടമില്ലാത്തത്. ഇവരിങ്ങനെ കൈയും കാലും നോക്കി ഹല്ലേലൂയ 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 എന്നൊക്കെ പറയണേ, സ്തുതിക്കണേ. ഇനി സ്തുതിക്കണവരെല്ലാവരും കരിസ്മാറ്റിക്കുകാരാണോ? സ്തുതിച്ചതുകൊണ്ട്, പാട്ടുപാടി കൈയടിച്ചതുകൊണ്ട് കരിസ്മാറ്റിക്കുകാരാണോ? അതും തെറ്റായൊരു ധാരണയുണ്ട്. അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തില് കൈകാട്ടി പാട്ടുപാടിയവരൊക്കെ കരിസ്മാറ്റിക്കുകാരാണോ? നിങ്ങളൊക്കെ കരിസ്മാറ്റിക്കുകാരെന്ന് എന്താ വിളിക്കല്ലേ? പുതിയ നിയമത്തില് പൗലോസ് സീലാസും ദൈവത്തെ പാടി സ്തുതിച്ചു. ആദ്യത്തെ 2 കരിസ്മാറ്റിക്കുകാരല്ലേ? അപ്പൊ ഇത് ഒരു കാലഘട്ടത്തിൽ അവരെ ഒരു വിളിപ്പേര് നൽകി ഒരു ഗ്രൂപ്പിനെ അങ്ങനെ മാറ്റി നിർത്തി, അത്രേ ഉള്ളൂ. ഇതെല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ കുർബാനയുടെ ഇടയിൽ ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. ധാരപാടി കരിസ്മാറ്റിക്കാരുണ്ട്. അപ്പൊ പാട്ട് പാടുന്ന മാത്രം കരിസ്മാറ്റിക്കാരാവുമോ? ശബ്ദമുയർത്തി പാടി അവർ കരിസ്മാറ്റിക്കാരാവുമോ? അങ്ങനെയാണെങ്കിൽ നമ്മള് കുർബാനയില് നമ്മള് പ്രാർത്ഥിച്ച പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അപ്പൊ സ്തുതി പറഞ്ഞാരാ? പെന്തക്കോസ്തുകാരാണോ അതോ കരിസ്മാറ്റിക്കാരാണോ? നമ്മളിത് പഠിക്കാത്തതുകൊണ്ടാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മളെല്ലാവരും ആമേൻ പറയത്താം. എന്റെ അർത്ഥം ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഒക്കെ കരിസ്മാറ്റിക്കാരെ പഠിപ്പിച്ചതും പെന്തക്കോസ്തക്കാര് കടമെടുത്ത് പഠിച്ചതും ഒക്കെ ഇവിടെ നിന്നാണ്. ചിലർക്ക് ഇത് അറിയത്തില്ലെന്ന് ഇപ്പോഴും. ചിലർ പറയും ഇത് നമ്മൾ അവരുടെ അടിച്ചു മാറ്റിയതാണ്. മുസ്ലിങ്ങൾ വരുമ്പോ സലാം അലൈക്കും എന്ന് പറയും. അപ്പൊ നമ്മളൊന്നും മിണ്ടൂല. യഥാർത്ഥത്തില് സലാം അലൈക്കും, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞത് ആരാണ്? ഉദാനം ചെയ്ത മിശിഹായാണ്. ഒരു കാലഘട്ടം മുഴുവനും നൂറ്റാണ്ടുകള് ഇപ്പോഴും അറബ് ക്രിസ്ത്യാനികളെല്ലാം പിന്തുടരുന്ന ഒരു വാക്യമാണ് സലാം അലൈക്കും, സമാധാനം നിങ്ങളോടുകൂടി എന്ന് അതിൻ്റെ അർത്ഥം. വേറെ അർത്ഥമൊന്നുമില്ല, വേറെ ഒരു അർത്ഥമില്ല. ഇന്നും ഹെബ്രായ ഭാഷയിൽ ഷാലോം അലൈക്കും എന്ന് പറയുന്നതും അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. നമ്മുടെ പലതും അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് നമ്മളിപ്പോ കടം വാങ്ങിച്ച് നിൽക്കുക. നമ്മുടെ വസ്തുക്കളാണ്, നമ്മുടെ സ്വത്തുവകളാണ്, നമ്മുടെ വിശ്വാസങ്ങളാണ്, നമ്മുടെ ആരാധന ക്രമങ്ങളാണ്. നമുക്കെല്ലാം ക്രമമായിരുന്നു. ആരാധന ക്രമത്തിലാണ്, ക്രമമുണ്ട്. ആ ക്രമത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചിരുന്നതും കൂടി വരവൊക്കെ നടന്നേ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പെന്തക്കോസ്തക്കാർ വന്നിട്ട് അത് അടിച്ചുകൊണ്ടിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണത് ശരിയല്ല, പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കണം? ഇത് ഞങ്ങളെ പോലെ കരം ഉയർത്തി ഹല്ലേലൂയ 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 എന്ന് പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കണം. സ്തുതി ശക്തോ കണ്ണടച്ച് കൈകൊട്ടി പ്രാർത്ഥിക്കുക. വാട്ടൊക്കെ വിടും. അപ്പൊ നമ്മൾ കർത്താവ് ഇങ്ങനെ ബൈബിളിൽ ഇങ്ങനെയാ പറയുന്നത്, അങ്ങനെ പോയി. എന്നാൽ യഥാർത്ഥത്തില് നമ്മുടെ പ്രാർത്ഥനാ രീതികളാണ് ഇതൊക്കെ. നമ്മള് ഇതൊക്കെ കേട്ടും അടുത്ത് ജനിച്ച പാടെ, അല്ലെങ്കിൽ നമ്മൾ സഭയിൽ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയപ്പോ നമ്മള് ഇതൊക്കെ ഉപേക്ഷിച്ചു. നമ്മള് വഴിയിൽ കളഞ്ഞു. എന്നാൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന പല പൈതൃകങ്ങളും പല കൃപകളും പല അഭിഷേകങ്ങളും നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇപ്പോഴും നമ്മൾ തെറ്റായ റോങ് പാത്തിലൂടെയാണ് വിശ്വാസത്തെ കണ്ടെത്തുന്നത്. നമുക്ക് കൈമോശം വന്നത്, നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു വന്നത്, നഷ്ടപ്പെട്ടു പോയത് നമ്മൾ തിരിച്ചെടുക്കണം, നമ്മൾ വീണ്ടെടുക്കണം. പ്രിയപ്പെട്ടവരെ, ജപമാല പ്രാർത്ഥന
ഞാൻ പറഞ്ഞു, ഈശോ മിശിഹായുടെ ജീവിതത്തെ കുറിച്ച് മുഴുവനുള്ള ധ്യാന പ്രാർത്ഥന, ഏറ്റവും ആദ്യത്തെ ധ്യാനം അതാണ്. പക്ഷെ നമുക്കതറിയില്ല. നമ്മൾ പലപ്പോഴും കാണുന്നത് എങ്ങനെയാ? നമ്മൾ ധ്യാനത്തെ കാണുന്നത് എങ്ങനെയാ? നമ്മൾ വിചാരിക്കും ഒരാഴ്ച ധ്യാനം കൂടാൻ പോയാൽ ഇല്ലേ, അതാണ് ധ്യാനം. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനത്തെ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ പഠിക്കണം. നമ്മൾ ധ്യാനം എന്ന് പറയുന്നത് എന്താ ധ്യാനം എന്ന് പറയുന്നത്? എന്നാ ധ്യാനം എന്ന് പറയുന്നത്? പരിശുദ്ധ ജപമാലയുടെ രഹസ്യങ്ങളിലൂടെ നമ്മൾ ധ്യാനിക്കാൻ എന്ന് പറയും. നമ്മൾ പക്ഷെ ആരെങ്കിലും ധ്യാനിക്കാറുണ്ടോ? ഇന്നു മുതൽ 2021 മുതൽ നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കണം. ഒരു രഹസ്യം ധ്യാനിക്കണം. എന്നിട്ട് മാതാവിനോട് ചോദിക്കണം, എന്താ ഈ രഹസ്യം? എന്താ ഇത്ര വലിയ രഹസ്യം? ഈ രഹസ്യം എന്താണ് എന്ന് ചോദിക്കണം. ഈ രഹസ്യം ഒന്ന് പറഞ്ഞു തരണമെന്ന് അമ്മയോട് പറയണം. അമ്മയോട് ചോദിക്കണം, അമ്മ മാതാവേ, ഈ രഹസ്യം എനിക്ക് വെളിപ്പെടുത്തി തരണം. കാരണം ഈശോയുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളിലും വലിയ രഹസ്യങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്. ഹല്ലേലൂയ. വലിയ സത്യങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്. ഈശോയുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും നമ്മൾ അടുത്തറിയണം. നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കണം. ഈശോയുടെ ജീവിതത്തിലെ ഓരോ ചെറിയ സംഭവങ്ങൾ പോലും മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാ പറയുന്നത്. ഏറ്റവും ആദ്യം ജപമാല പ്രാർത്ഥന ചൊല്ലിയത് ആരാന്നറിയോ? പരിശുദ്ധ കന്യാമറിയമാണ്. അവൾ അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ജപമാലയെ നമുക്ക് തരുന്നതും പരിശുദ്ധ അമ്മയാണ്. ഹൃദയത്തിൽ സംഗ്രഹിച്ച അമ്മ സൂക്ഷിച്ച ചില രഹസ്യങ്ങളാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം തിരുവചനം പറയാ, അല്ലയോ ശ്രേഷ്ഠനായ തെയോഫിലസ്, എല്ലാ കാര്യങ്ങളും ക്രമമായി പഠിച്ച് നിനക്ക് എഴുതുന്നതാണ് ഉചിതമെന്ന് ഞാൻ കരുതി. എന്നിട്ട് ആരും പറയാത്ത, മറ്റു 3 സുവിശേഷകന്മാര് പറയാത്ത ആമുഖത്തോടു കൂടെയാണ് ഈശോ മിശിഹായുടെ ജനനത്തെ കുറിച്ചും അതിന്റെ രഹസ്യങ്ങളെ കുറിച്ചും എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയിൽ നിന്ന്. വിശുദ്ധ ലൂക്കായെ അടുത്തറിഞ്ഞാൽ മാത്രമേ നമ്മൾ മനസ്സിലാക്കാൻ പറ്റൂ. വിശുദ്ധ ലൂക്ക ഒരു ബിഷപ്പുരനായിരുന്നു. ബിഷപ്പുരൻ എന്ന് പറഞ്ഞാൽ എന്താ? ബിഷകരനോ? ബിഷകരൻ എന്ന് പറഞ്ഞാൽ എന്താ? വിശുദ്ധ ലൂക്ക. നാളായാലും പറഞ്ഞ് നടക്കരുത്. ജനസമ്പ്രദർ പറഞ്ഞു, വിശുദ്ധ ലൂക്ക ഇന്ന് ഉറക്കപ്പിച്ചിൽ കേട്ടിട്ടു നാളെ പോയിട്ട് പറയും വിശുദ്ധ ലൂക്ക പിച്ചക്കാരനായിരുന്നു. ഭിക്ഷക്കാരനല്ല, ബിഷഗ്വരൻ. ബിഷഗ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ? വൈദ്യനായിരുന്നു. വൈദ്യൻ എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ, MBBS എന്നൊക്കെ പറയില്ലേ? ഏത് മെഡിക്കൽ കോളേജിൽ വന്ന് MBBS നിങ്ങൾക്ക് പറയാം, മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നാ. ഏത് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്? അപ്പോ ആരായിരുന്നു? ഒരു ഡോക്ടറായിരുന്നു, ഒരു വൈദ്യനായിരുന്നു. അദ്ദേഹം ഒരു ഗ്രീക്കുകാരനായിരുന്നു. ഗ്രീക്ക് മാതാപിതാക്കൾക്ക് വിജാതീയനായിരുന്നു. അദ്ദേഹം ഒരു യഹൂദനൊന്നും ആയിരുന്നില്ല, യേശുവിന്റെ ശിഷ്യൻ പോലും ആയിരുന്നില്ല. പിന്നീടാണ് ഈശോയെ അറിഞ്ഞ് മാനസാന്തരപ്പെട്ട്. അപ്പൊ അദ്ദേഹം പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജീവിതത്തെ അടുത്ത് പഠിച്ചു എന്ന് മാത്രമല്ല, വിശുദ്ധ ലൂക്ക പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഉണ്ണിമിശിഹായുടെ, അദ്ദേഹം ഒരു ചിത്രകാരൻ കൂടെയായിരുന്നു. ചിത്രകാരൻ. അന്ന് ആ കാലഘട്ടത്തിലൊക്കെ ചിത്രം വരക്കുന്ന വലിയൊരു പണിയാണ്. അദ്ദേഹം ഒരു ചിത്രം വരച്ചു. നിത്യസഹായ മാതാവിന്റെ ചിത്രം വിശുദ്ധ ലൂക്ക വരച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇപ്പോഴും അതുണ്ട്. ആ ചിത്രത്തിന്റെ പ്രത്യേകത, ഉണ്ണിമിശിഹ മാതാവിന്റെ മറിയത്തിന്റെ അടുക്കലേക്ക് ഒരു ദർശനം കണ്ട്, മാലാഖമാരെ കണ്ട് ഭയന്ന് ഓടി വരികയാണ്. ഈശോ സഹിക്കേണ്ട പീഡാനുഭവത്തിൽ വഹിക്കേണ്ട കുരിശും മുൾമുടിയും അവന്റെ ശരീരത്തിൽ തറക്കപ്പെടുന്ന ആണികളും വഹിച്ചുകൊണ്ട് 2 മാലാഖമാര് ഈശോ മിശിഹായുടെ അടുക്കലേക്ക് വന്നു, ഉണ്ണീശോയുടെ അടുക്കലേക്ക് വന്നു. അതാണ് മാതാവിന്റെ ഇരുവശങ്ങളിലായിട്ട് 2 മാലാഖമാര് നമുക്ക് കാണാൻ പറ്റും. അവരുടെ കയ്യിൽ കുരിശും മുൾക്കിരീടവും ആണിയൊക്കെ. അങ്ങനെ ഉണ്ണി യേശു ഓടി ഭയന്ന് മാതാവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ മാതാവ് അവനെ എടുത്ത് വാരി പുണരുന്നുണ്ട്. ആ വാരി പുണരുന്ന സമയത്ത് അവനെ എടുക്കുമ്പോൾ, അവൻ
ഓടുന്ന സമയത്ത് അവന്റെ ചെരുപ്പ് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് ആ ചിത്രത്തിൽ, നിത്യസമാധാന ചിത്രത്തില് ഉണ്ണിമിശിഹായുടെ കാലിലെ ചെരുപ്പ് തൂങ്ങിക്കിടക്കുന്നതായിട്ട് ചിത്രീകരിച്ചു. ഇത് ഞാനൊന്നും ചിത്രീകരിച്ച് പറഞ്ഞതൊന്നുമല്ല, ഇത് വിശുദ്ധ ലൂക്ക വരച്ച ചിത്രത്തിലുള്ളതാണ്. അപ്പൊ അങ്ങനെ യേശുവിന്റെ ജീവിതത്തെ അടുത്തറിഞ്ഞ് വരച്ച ചിത്രാകാരനും യേശുവിന്റെ ജീവചരിത്രം എഴുതിയ മനുഷ്യനും കൂടെയാണ്, വിശുദ്ധനും കൂടെയാണ് വിശുദ്ധ ലൂക്ക. വിശുദ്ധ ലൂക്ക ഇത് എഴുതുമ്പോൾ എടുത്തു പറയാണ്, അവന്റെ അമ്മ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഹൃദയത്തിൽ സംഗ്രഹിച്ച യേശുവിന്റെ ജീവിത തന്തുവിനെയാണ് പരിശുദ്ധാത്മാവ് ജപമാലയിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. പരിശുദ്ധ അമ്മയിലൂടെ, പരിശുദ്ധ അമ്മ വഴി നമുക്ക് പരിചയപ്പെടുത്തുന്ന രഹസ്യങ്ങളാണ്. അതുകൊണ്ട് ജപമാല 2021 ജപമാല ന്യൂ വേർഷൻ എഡിറ്റ് എന്താണ് മറിയത്തോടൊത്ത് ധ്യാനിക്കാൻ. മറിയത്തോടൊത്ത് ധ്യാനിക്കാൻ. റോസറി whenever you begin and pray, ഒരു രഹസ്യം പരിശുദ്ധ അമ്മയോടൊപ്പം ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. അമ്മ മാതാവേ, ഈ രഹസ്യം എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ മാതാവേ, ഈ രഹസ്യത്തിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നമുക്കത് വെളിപ്പെടുത്തി തരും. സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തരും. ഓരോ രഹസ്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ കൃപകൾ അറിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത്, സഹനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു കൃപയാണ്. ആ കൃപ എങ്ങനെയാണ് നൽകപ്പെടുന്നതെന്നറിയോ? ക്ഷമയിലൂടെയാണ്. ക്ഷമ എന്ന ഫലം സഹനത്തിന് ആവശ്യമാണ്. സ്നേഹം എന്ന ഫലം സഹനത്തിന് ആവശ്യമാണ്. സ്നേഹിക്കുന്നവര് സഹിക്കും, സ്നേഹിക്കുന്നവര് ക്ഷമിക്കും. ക്ഷമ ഉള്ളവനെ സഹിക്കാൻ പറ്റുള്ളൂ. ക്ഷമയില്ലാത്തവർക്കോ സഹിക്കാൻ പറ്റുമോ? ഒരു പല്ലുവേദന വന്നാ മതി നമുക്ക് ഈ ഇല്ലേ, ചാകോച്ചാലിപ്പോ നമുക്ക് ചിരിക്കുന്നു. ഞാനത് ഓർത്തിട്ടല്ല പറഞ്ഞു, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അത് പറഞ്ഞപ്പോൾ ചാകോച്ചാല് പെട്ടെന്ന് ഒരു പല്ലുവേദന വന്നാൽ മതി മുമ്പിലിരിക്കുന്ന ഇറച്ചി കഷ്ണം തറവോ പാസ. ഒരു സഹനമാണ് ഇല്ലേ? എന്നതാ പല്ലുവേദനയും താറാവും അപ്പാസും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ക്ഷമ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റും. പല്ലുവേദന വന്നിട്ടുണ്ടോ? ഉണ്ട്. താറാവും അപ്പാസും കഴിച്ചിട്ടുണ്ടോ? കഴിക്കത്തില്ല. പിന്നെ എന്നാ കഴിക്കുന്നു? ആ മീൻ, നല്ല നെയ്മീൻ, ഫിഷ് മോളി ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ട് മുമ്പിലിരിക്കുക ഇല്ലേ? അങ്ങനെ ഇരിക്കുമ്പോഴാ നല്ല പല്ലുവേദന. എന്നായിരിക്കും അവസ്ഥ? പ്രിയപ്പെട്ടവരെ, സഹനം എന്ന് പറയുന്നത് ക്ഷമ ചാലിച്ചെടുത്തതാണ്. ക്ഷമയില്ലാത്ത ഒരുവന് സഹിക്കാൻ പറ്റില്ല. അപ്പൊ പരിശുദ്ധാത്മാ